ഇങ്ങ് മലബാറിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വരെയുള്ളവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ച ദീർഘമായ ചരിത്രമെല്ലാം ഹ്രസ്വമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഈ സമർപ്പണങ്ങളുടെ എല്ലാം പ്രചോദനം, അതിൻ്റെ മോട്ടിവേഷൻ എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും ശരിയായ ഉചിതമായ നിലപാടുകൾ കൈകൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായിരുന്നു വിശ്വാസികളുടെ സ്വാതന്ത്ര്യ സമര പ്രതിനിധാനത്തിൻ്റെ പ്രചോദനം എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനിച്ച മണ്ണിനോടുള്ള സ്നേഹമാണ്. രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യം. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 66-ാം വചനം ഞാൻ ഉദ്ധരിച്ചത്. ആ വചനത്തിൽ അല്ലാഹു പറയാൻ, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ യഖ്തുലൂ അൻഫുസകും, നിശ്ചയം നാം അവരുടെ മേൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വധിക്കുക എന്ന നിയമം ഉണ്ടാക്കുകയായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വധിക്കുക എന്ന നിയമം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ, അവ്യഖ്റുജൂ മിൻ ദിയാരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുക എന്നതുപോലെയുള്ള കഠിനമായ നിയമങ്ങൾ അവർക്ക് നിർദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ, മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ നിന്ന് കുറച്ചാളുകൾക്കല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. കാരണം മനുഷ്യന് പ്രകൃതിപരമായി സാധിക്കുന്ന കാര്യങ്ങളല്ല. സ്വശരീരത്തെ വധിക്കുക, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോവുക, അതല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി ജീവിക്കുക, ഒരാവശ്യവുമില്ലാതെ അങ്ങനെ ജീവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യന് സ്വയമേവ പ്രകൃതിപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും അനിവാര്യതകൾക്ക് വേണ്ടിയും മനുഷ്യന്റെ ജീവിതം ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പറിച്ചു നടും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷെ ദൈവ നിയമം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നൊന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കുറച്ചാളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള കർക്കശമായ കഠിനമായ നിർദ്ദേശങ്ങളൊന്നുമല്ല ദൈവിക നിയമത്തിലുള്ളത്. ദൈവിക നിയമത്തിൽ വളരെ ലളിതമായ കാര്യങ്ങളാണുള്ളത്. വലൗ അന്നഹും ഫഅലൂ മാ യുഅലൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. അതുകൊണ്ട് ആ ലളിതമായ കാര്യങ്ങൾ, ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടവർ മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ അതവർക്ക് ഏറെ ഉത്തമമായേന. അതുപോലെ തന്നെ അതവർക്ക് സത്യത്തിൽ കൂടുതൽ ദൃഢതയോടുകൂടി ഉറച്ചു നിൽക്കാൻ പ്രേരകമായേന. ദൈവിക നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അതവർക്ക് ഉത്തമമായേന. അപ്പോൾ മനുഷ്യരിൽ നിന്ന് കുറച്ചാളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് സ്വന്തം നാടുകളിൽ നിന്ന് പുറത്തു പോവുക. കാരണം മനുഷ്യപ്രകൃതി സ്വന്തം നാട്ടിൽ ജീവിക്കാനാണ്. സ്വന്തം നാട്ടിനെ സ്നേഹിച്ചും ആ നാടിനോടുള്ള ലാളന ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചും ജീവിക്കാനാണ് മനുഷ്യൻ പൊതുവേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്റെ അടയാളവുമാണ് സ്വരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അസ്മഈ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഇമാം അസ്മഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, ഇദാ അറദ്ത അൻ തഅരിഫ വഫാ അർ-റജുലി, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ, അയാൾ വാക്കുപാലിക്കുന്നയാളാണോ എന്നെല്ലാം അറിയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇദാ അറദ്ത അൻ തഅരിഫ വഫാ അർ-റജുലി, എന്ത് ചെയ്യണം? ഫൻളുർ ഇലാ ഹനീനിഹി ഇലാ ഔത്വാനിഹി വതശവ്വുഖിഹി ഇലാ ഇഖ്വാനിഹി, അയാളുടെ രാജ്യത്തോടുള്ള സ്നേഹം നോക്കിയാൽ മതി. ഒരു മനുഷ്യന്റെ വാക്കുപാലനം നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ ഇമാം അസ്മഈ പറയാണ്, അയാളുടെ നാടിനോടുള്ള ആ ഒരു സ്നേഹം നീ നോക്കിയാൽ മതി. വതശവ്വുഖിഹി ഇലാ ഇഖ്വാനിഹി, സഹോദരങ്ങളോടുള്ള ആ ഒരു സ്നേഹവും രാജ്യത്തോടുള്ള സ്നേഹവും നോക്കിയാൽ
ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇമാം മസ്മഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് വിശദീകരിച്ചു, സലാത്തു ഖിസാലിൻ ഫീ സലാസതി അസ്നാഫിൻ, മൂന്ന് കാര്യങ്ങൾ ഫീ സലാസതി അസ്നാഫിൻ മിനൽ ഹയവാൻ, മൂന്ന് നല്ല ഗുണങ്ങളുണ്ട്. മൂന്ന് ജീവജാലങ്ങളിൽ മൂന്ന് നല്ല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ജീവിയായിട്ട് പറഞ്ഞത് അൽ ഇബ്ലു, ഒട്ടകമാണ്. ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നല്ല ഗുണം തഹിന്നു ഇല ഔത്വാനിക, അതെപ്പോഴും അതിന്റെ നാടിലേക്ക് തിരിച്ചു പോകണം, നാട്ടിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്, എന്ന് കൊതിക്കുന്ന ഒരു മനസ്സാണ് ഒട്ടകത്തിനുണ്ടാവുക. അത് ഒട്ടകത്തിന്റെ ഒരു നല്ല ഗുണമാണെന്ന് ഇമാം മസ്മഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. വൈകാന അഹദുഹാ ബഈദൻ, എത്ര ദൂരത്താണ് ഒട്ടകൻ തന്റെ യജമാനന്റെ കൂടെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടിട്ടുള്ളത് എങ്കിലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഒട്ടകത്തിനുണ്ടാവുക. അത് ഒട്ടകത്തിന്റെ ഒരു നല്ല ഗുണമാണ്. അതുപോലെ തന്നെ എപ്പോഴും പക്ഷികൾ അതിന്റെ കൂട്ടിലേക്ക് മടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വൈൻകാന മൗദിഉഹു മുജ്ദിബൻ, പക്ഷിയുടെ കൂടെ എത്ര വരൾച്ചയുള്ള കൂടാണെങ്കിലും, എത്ര വരൾച്ചയുള്ള പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള കൂടാണെങ്കിലും പക്ഷികൾ സ്വന്തം കൂട്ടിലേക്ക് മടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ ഗുണം മനുഷ്യനുമുണ്ട്. വൽ ഇൻസാനു ഇലാ വത്നിഹി വഇൻ കാന ഗൈറുഹു അക്സറു നാഫിഅ, മനുഷ്യൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങണമെന്നാണ് ആഗ്രഹിക്കുക. അന്യരാജ്യങ്ങളിൽ അവന് കൂടുതൽ പ്രയോജനമുണ്ടെങ്കിലും, നമ്മുടെ സഹോദരങ്ങളൊക്കെ പ്രവാസികളൊക്കെ അന്യനാടുകളിൽ പോയിട്ട് ഒരുപാട് പണമുണ്ടാക്കുന്നുണ്ട്, അവിടെ നാണയത്തിന് കൂടുതൽ മൂല്യമുണ്ട്, അവിടെ കൂടുതൽ തൊഴിലവസരങ്ങളുണ്ട്. ഈ സാധ്യതകളെല്ലാം ഉള്ളതോടൊപ്പം ആ പ്രവാസ മനസ്സെന്താ? നാട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ഇത് മനുഷ്യന്റെ സൽഗുണമാണ്. മൂന്ന് ജീവജാലങ്ങൾക്ക് ഈ സൽഗുണം പ്രത്യേകമായിട്ടുണ്ട്. അതിലൊന്ന് ഒട്ടകമാണ്, രണ്ടാമത്തേത് പക്ഷികളാണ്, മൂന്നാമത്തേത് മനുഷ്യൻ. ആ രാജ്യത്തോടുള്ള സ്നേഹത്തെ പ്രകീർത്തിക്കുകയാണ് ഇമാം മസ്മഈ റഹ്മത്തുള്ളാഹി അലൈഹി. അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ചോദനയാണ്. ഇത്തരം പ്രകൃതിപരമായ ചോദനകളെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇസ്ലാം മുന്നോട്ട് വരുന്നത്. അതല്ലാതെ അതിനെ ഇടിച്ചു തകർത്തി ഇല്ലാതാക്കി കളയാനല്ല, അതിനെ വളർത്തുക, മനുഷ്യന്റെ രാജ്യത്തോടുള്ള നാടിനോടുള്ള സ്നേഹത്തെ വളർത്തുക. ആ രാജ്യസ്നേഹം ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കാണ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ അവരാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രവാചകനെ നുബുവത്ത് ലഭിച്ച ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം സമാഗതമായ ആദ്യഘട്ടത്തിൽ പ്രവാചകൻ ആകെ പരിഭ്രാന്തിയിലായി. പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരുന്നുണ്ടല്ലോ, സമ്മിലൂനി, എന്നെ പുതപ്പെട്ട് മൂടണമെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ബേജാറായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ ബറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ പുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബറക്കത്ത് ബിൻ നൗഫൽ സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് പ്രവാചകന്മാരുടെ അടുക്കലേക്ക്, മൂസായുടെയും ഈസായുടെയും എല്ലാം അടുക്കലേക്ക് വന്നിട്ടുള്ള മാലാക തന്നെയാണ്, മലക്ക് തന്നെയാണ്, നാമൂസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാമൂസാണ് അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. തുടർന്ന് ബറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ലൈതനി യകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക്, നിന്റെ ജനത നിന്റെ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുന്ന ഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനാ. ഈ സന്ദേശവുമായിട്ട് വന്ന ആളുകളൊക്കെ അതിൽ മിക്കപേരെയും അവരവരുടെ സ്വന്തം നാടുകളിൽ നിന്ന് ആളുകൾ പുറത്താക്കിയിട്ടുണ്ട്, സ്വന്തക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ നിന്റെ നാട്ടുകാരെ പുറത്താക്കുന്ന ഒരു ഘട്ടമുണ്ടാവും, അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ബറക്കത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭ്രാന്തിയോടെ, ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജിയഹും, എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത്. അത്രത്തോളം പ്രവാചകൻ നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ചിരുന്നു, മക്കയെ സ്നേഹിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ, ഹിജ്റയുടെ ഘട്ടത്തിൽ നമുക്കറിയാം, പ്രവാചകൻ മക്കയോട് വിട പറയുന്നുണ്ട്. പ്രവാചകന് മക്കയോട് വിട പറയേണ്ടി വരുന്ന ഘട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി വിതുമ്പുന്ന ചരിത്രം ചരിത്രകാരന്മാരെ പറയാൻ, യാ മക്ക, മക്കേ, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹി ഇലല്ലാഹ്,
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് നീയെന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. നിശ്ചയം നീ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ്. നിന്നിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. വലൗല അന്നി ഉഖരിജതു മിൻകി മാ ഖറജതു, നിന്റെ ആളുകൾ എന്നെ നിന്നിൽ നിന്ന് മാറ്റി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് മക്കയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിതുമ്പുകയാണ് സഹോദരങ്ങളെ. തുടർന്ന് റസൂലുള്ള മദീനയിലെത്തി. പിന്നെ അങ്ങനെയാണല്ലോ, ദീർഘകാലം മദീനയിൽ പ്രവാചകൻ ജീവിച്ചപ്പോ മക്കയും മദീനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നാടായി മാറി. മദീനയോടുള്ള ഹുബ്ബും പ്രവാചകൻ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. മക്കയോടുള്ള ഹുബ്ബ് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മദീനയ്ക്കും മക്കയ്ക്കും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൻ നബിയ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ഖദിമ മിൻ സഫറിൻ ഫനളറ ഇലാ ജുദറാത്തിൽ മദീന. റസൂലുള്ള ദീർഘമായിട്ട് വല്ല യാത്രയും ചെയ്ത് തിരിച്ചു വരുമ്പോ മദീനയുടെ ചുമരുകളിലേക്ക് ഇങ്ങനെ നോക്കും. മദീനയുടെ അതിർത്തിയാവുന്നുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയോടുകൂടി നോക്കും. മദീനയുടെ ചുമരുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറ്റുനോക്കും. അങ്ങനെ പ്രവാചകൻ മദീനയുടെ ചുമരുകൾ കണ്ടാൽ പ്രവാചകൻ തന്റെ ഒട്ടകത്തെ വേഗത്തിൽ തെളിക്കും. ഒട്ടകത്തോട് വേഗത്തിൽ നടക്കാൻ ആജ്ഞാപിക്കും. പ്രവാചകൻ ഒട്ടകപ്പുറത്താണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മദീനയോടുള്ള സ്നേഹനിമിത്തം ആ ഒട്ടകത്തെ വേഗത്തിൽ തെളിക്കുമെന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫളലിൽ മദീന വഅലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ. ഈ ഹദീസ് കൃത്യമായ തെളിവാണ്, മദീനയുടെ ശ്രേഷ്ഠത പറയുന്ന കൃത്യമായ ഹദീസാണ്. മദീനയുടെ ശ്രേഷ്ഠത മാത്രമല്ല ഈ ഹദീസ് പറയുന്നത്, വഅലാ മശ്റൂഇയ്യത്തി ഹുബ്ബിൽ വതൻ, രാജ്യസ്നേഹം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ബാധ്യതയാണെന്നും ഈ ഹദീസ് പറയുന്നുണ്ട്. രാജ്യസ്നേഹം വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് പറയുന്ന ഹദീസാണിത്. മക്കയിൽ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി പ്രവാചകനും ശിഷ്യന്മാരും മദീനയിലേക്ക് പോയി. പക്ഷേ അപ്പോഴും മക്കയോട് പ്രവാചകന് മാത്രമല്ല ഓരോ സഹാബിമാർക്കും വല്ലാത്ത അനുരാഗമുണ്ടായിരുന്നു, മദീനയോടെന്നതുപോലെ തന്നെ. അത് ജന്മനാട് എന്ന അർത്ഥത്തിലുള്ള അനുരാഗം കൂടിയാണ്. മക്ക പവിത്രമായ ഭൂമി എന്ന അർത്ഥത്തിലുള്ള അനുരാഗം മാത്രമല്ല, അവരുടെ ജന്മനാട് എന്ന അർത്ഥത്തിലുള്ള അനുരാഗം കൂടിയാണ്. വല്ല പനിയും പിടിച്ചാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പാടുമായിരുന്നു. മക്കയിൽ നിന്ന് വലിയ മർദ്ദനങ്ങൾ, തുല്യതയില്ലാത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മഹാനായ സ്വഹാബി വര്യൻ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വല്ല പനിയും പിടിച്ചാൽ ഉടനെ മക്കയോർത്തുകൊണ്ട് മക്കയോടുള്ള അനുരാഗത്തിന്റെ കവിതകൾ പാടുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അലാ ലൈത ശഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖറും വജലീലു. ഒരു രാത്രിയെങ്കിലും എനിക്ക് മക്കയിലേക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മക്കയിലേക്ക് വീണ്ടും ഒരു രാത്രി എനിക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ബിവാദിൻ വഹൗലി ഇദ്ഖറും വജലീലു, ഇദ്ഖറിനാലും ജലീലിനാലും പച്ചപ്പ് നിറഞ്ഞ മക്കയിലേക്ക് ഒരു രാത്രിയെങ്കിലും എനിക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് തുല്യതയില്ലാത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം മദീനയിലെത്തിപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പാടുമായിരുന്നു. സ്വരാജ്യത്തോടുള്ള അവരുടെ സ്നേഹമായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹത്തെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ നമ്മുടെ മുൻഗാമികളെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം. ആ ജീവത്യാഗങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ആഴ്ച. അതിനെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം രാജ്യത്തോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യമായിരുന്നു. രണ്ടാമത് പണ്ഡിതന്മാര് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില പണ്ഡിതന്മാര് പറയാണ്, വിശ്വാസികൾക്ക് ഇന്ത്യ എന്ന് പറയുന്നവരുടെ പിതൃഭൂമിയാണ്, അവരുടെ പിതാവിന്റെ ഭൂമിയാണ്. വിശ്വാസികളുടെ എന്നല്ല, മനുഷ്യരുടെ മുഴുവൻ പിതാവാണ് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ എന്നാണ് മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്നത് ഇന്ത്യയിലേക്കായിരുന്നു. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലേക്കായിരുന്നു എന്ന് ചില പണ്ഡിതന്മാര്, ചില ഗവേഷകന്മാര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അഭിപ്രായം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്റെ തഫ്സീർ അൽ ഫത്ഹുൽ ഖദീറിൽ, ഫത്ഹുൽ ഖദീർ എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിനെ പറയാം,
അതിലൊരു ഉദ്ധരണി പറയുന്നുണ്ട്. ആ ഉദ്ധരണി റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വലു മാ അഹബത്തല്ലാഹു ആദമ ഇലാ അർദിൽ ഹിന്ദ്. ആദം അലൈഹിസ്സലാമയെ സ്വർഗ്ഗത്തിൽ നിന്ന് നേരെ അല്ലാഹു തആല ഇറക്കിയത് ഇന്ത്യയിലേക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. സഹോദരങ്ങളെ, ഈ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ ഒരു കാലത്ത്, ഇന്നല്ല ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ ഒരു മലയിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആദം അലൈഹിസ്സലാം ആദ്യമായിട്ട് ഇറങ്ങിയത് എന്ന് പല ഗവേഷകന്മാരും മനസ്സിലാക്കുന്നുണ്ട്. ആ മല ഇന്നുമുണ്ട്, ആദം മല എന്നാണ്. പല ചരിത്രവും പല ആളുകളും അതിനെ സംബന്ധിച്ച് പറയും. പക്ഷെ വിശ്വാസികളുടെ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അല്ല, ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ ഗവേഷണം എന്ന് പറയുന്നത് അത് ആദം അലൈഹിസ്സലാം ഇറങ്ങിയ മലയാണെന്നുള്ളതാണ്. കൊളംബോയിൽ നിന്നും 45 മൈൽ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണത്. മലയുടെ മുകൾ പരപ്പിൽ നിന്ന് 2 അടി നീളത്തിൽ ഒരു കീറൽ, മലയുടെ മുകൾ പരപ്പിൽ 2 അടി നീളത്തിൽ ഒരു കീറൽ കാണപ്പെടുന്നു. അത് ആദം നബി അലൈഹിസ്സലാമയുടെ കാലടയാളത്തിന്റെ ഭാഗമാണ്. ആദം അലൈഹിസ്സലാം കാലുകുത്തിയ ഭാഗം എന്ന നിലയിൽ മുദ്രണം ചെയ്തതാണ് എന്നെല്ലാം ചില ഗവേഷകന്മാർ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും പുരാതന കാലം മുതൽ തന്നെ ഈ മല സന്ദർശിക്കാൻ അറബികൾ ധാരാളമായിട്ട് വന്നിരുന്നു. ആദം മല സന്ദർശിക്കാൻ അറബികൾ പണ്ടുകാലം മുതൽ തന്നെ വന്നിരുന്നു. ആദം മല കാണാൻ വന്ന സംഘത്തിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത്. അതും ഒരു ഗവേഷണമാണ്. കേരളത്തിൽ എങ്ങനെ ഇസ്ലാം വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഗവേഷകന്മാർ പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ആദം മല കാണാൻ വന്ന അറബികളിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചത് എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും ഖുർആനിലും ഹദീസിലും കൃത്യമായിട്ട് പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഇത് വിശ്വസിച്ചേ പറ്റൂ എന്നൊന്നും പറയാൻ ന്യായങ്ങളില്ല. എന്നാൽ പോലും ഇത്തരം ഗവേഷണ നിരീക്ഷണങ്ങൾ ശരിയാണെന്ന് വരുന്നുവെങ്കിൽ ലോകത്തിന്റെ പിതൃഭൂമി അത് ഇന്ത്യയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആ ശ്രീലങ്ക അതായിരുന്നു ലോകത്തിന്റെ പിതൃഭൂമി എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ, അപ്പൊ രാജ്യസ്നേഹം അതാണ് ഇപ്പറയുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലേക്ക് പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം അത് ലോകത്തിന്റെ, അതല്ലെങ്കിൽ മനുഷ്യരുടെ പിതൃഭൂമി അത് ഇന്ത്യയാണെന്നുള്ള വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടി യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ കൂടുതൽ സജീവമാവാനുള്ള കൃത്യമായ പ്രചോദനമായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ. ഒരുപാട് വലിയ ത്യാഗങ്ങൾ, നമ്മളതിൽ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. മഹാന്മാരായ പണ്ഡിതന്മാരും നായകന്മാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, ലോകത്ത് നടന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ നടന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ 4ൽ 3 അത് മുസ്ലിം പണ്ഡിതന്മാരുടെയും നായകന്മാരുടെയും നേതൃത്വത്തിലായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം മുസ്ലിം ജനവിഭാഗം പ്രത്യേകിച്ചും അഭിമുഖീകരിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഒരു ഇംഗ്ലീഷുകാരൻ അല്പം സൗന്ദര്യമോ കായഫലമോ ഉള്ള ഒരു മുസ്ലിമിനെ കണ്ടാൽ അവനെ പിടിച്ചു കൊന്ന് മാനസികാനന്ദം കൈകൊള്ളുമായിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവനെ കൊന്ന് അതിൽ ആനന്ദം കൈകൊള്ളുമായിരുന്നു ഇംഗ്ലീഷുകാർ. നാട്ടിലുള്ള ധാരാളം പ്രധാനികളെ അവരെ കൊന്നുകളഞ്ഞു എന്നുള്ളതായിരുന്നു. യുവാക്കളായ മക്കളെ വയസ്സായ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കൊന്നുകളയും. ആ വൃദ്ധ മാതാപിതാക്കളോട് അവർ പറയും, നിങ്ങളെ കാത്തോളൂ, അതല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും. സുമുഖന്മാരായ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാത്ത ഒരു സാഹചര്യമാണ് പിന്നീട് സംജാതമായത് എന്നുള്ളതാണ്. അതിനാൽ ഡൽഹിയിൽ സൗന്ദര്യവും ആകർഷകത്വവുമുള്ള ഒരു കുഞ്ഞും ജനിക്കാതായി. കാരണം നല്ല ആരോഗ്യമുള്ള സുമുഖന്മാരായ ചെറുപ്പക്കാരെ കണ്ടാൽ ബ്രിട്ടീഷുകാരെ കൊന്നുകളയുന്ന സാഹചര്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്.
വിപ്ലവത്തിന് മുമ്പുള്ള മുസ്ലിങ്ങളെയും ശേഷമുള്ള മുസ്ലിങ്ങളെയും തമ്മിൽ തുലനം ചെയ്ത് നോക്കിയാൽ ഇരുകൂട്ടർക്കുമിടയിൽ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും വലിയ മാറ്റമുണ്ടായതായി, വലിയ വ്യത്യാസമുള്ളതായി കാണാം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സനാഉല്ലാ ദഹ്ലവി ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം എന്തിനാണ് മുസ്ലിങ്ങളോട് ഇങ്ങനെ പ്രത്യേകമായ പക്ഷപാതിത്വത്തോട് കൂടിയുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും അവരെ നടത്തിയത്. ചരിത്രത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെ, അത് മുസ്ലിങ്ങളും ഹൈന്ദവരുമെല്ലാം ഒരുമിച്ച് ചേർന്ന്, മുഴുവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും സംഘടിച്ച് നടത്തിയ പോരാട്ടമായിരുന്നു അത്. എങ്കിലും അതിനെ ഒരു മുസ്ലിം വിപ്ലവമായി, മുസ്ലിം കലാപമായി ചിത്രീകരിക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മുഴുവൻ ഭാരവും മുസൽമാന്റെ ചുമലിലിട്ടുകൊണ്ട് മുസ്ലിമിനെ കടന്നാക്രമിക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. 1858 എന്ന് പറഞ്ഞാൽ ആ വിപ്ലവത്തിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങി. 1 കൊല്ലം കഴിഞ്ഞ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഹെൻറി ഹാമിൽട്ടൺ തോമസ് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, ഹിന്ദുക്കളായിരുന്നില്ല 1857 വിപ്ലവത്തിന്റെ സൂത്രധാരകർ, മറിച്ച് അത് മുസ്ലിങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് മുസ്ലിങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഹെൻറി ഹാമിൽട്ടൺ തോമസ് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇങ്ങനെയുള്ള എഴുത്തുകളിലൂടെയായിരുന്നു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രം അവരെ നടപ്പിലാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് തീവ്രമായ മുസ്ലിം വിരുദ്ധ നയങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഭരണകാര്യങ്ങളിലും ഉദ്യോഗങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെ കൃത്യമായിട്ട് അവർ അകറ്റി നിർത്തി. മുസ്ലിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ അവരെ കൊട്ടിയടച്ചു. മദ്രസകളുടെയും മസ്ജിദുകളുടെയും വരുമാന സ്രോതസ്സുകളായ വഖഫ് സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് തുടരുകയാണ്. അദ്ദേഹം പറയാണ്, വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങൾ. ഏതാണ് ആ വചനം? അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ ഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയ, ഈ അക്രമികളായ ഭരണാധികാരികൾ അവരൊരു നാട്ടിലേക്ക് പ്രവേശിച്ചാൽ അഫ്സദൂഹാ, ആ നാടിനെ അവർ നശിപ്പിക്കും. വജഅലൂ ഇസ്സത അഹ്ലിഹാ അദില്ല, ആ നാട്ടിൽ അന്തസ്സോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിന്യന്മാരാക്കിയവരെ മാറ്റും. വകദാലിക യഫ്അലൂൻ, അപ്രകാരമാണ് അക്രമികളായ രാജാക്കന്മാരുടെ ചെയ്തികൾ എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ച ആ വചനത്തെ കൃത്യമായും അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെന്ന് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കൃതികൾ ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് രേഖപ്പെടുത്തി വെക്കുകയാണ്. തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു ഉപാധിയുമില്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കാൻ സൈന്യങ്ങൾക്ക് 3 ദിവസം അവർ അനുവദിച്ചു. 1857 സെപ്റ്റംബർ 24 ഡൽഹി പിടിച്ചടക്കുകയും ചെങ്കോട്ട കൈവശപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം വിപ്ലവം അടിച്ചമർത്തിക്കൊണ്ട് സൈന്യസമേതം ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് പ്രയാണം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷുകാരുടെ സർവ്വസൈന്യാധിപൻ. ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ ഇംഗ്ലീഷുകാരുടെ സർവ്വസൈന്യാധിപൻ തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അദ്ദേഹം കണ്ട കാഴ്ചകൾ, അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, 41 വർഷം ഇന്ത്യയിൽ നിന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്. ഡൽഹിയിൽ നിന്നും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിനടിച്ചമർത്തിയതിനു ശേഷം കാൺപൂരിലേക്ക് അവർ തിരിച്ചു പോകുമ്പോൾ കണ്ട ഭീകരമായ കാഴ്ചകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഡൽഹി യഥാർത്ഥത്തിൽ ഒരു ശവപ്പറമ്പായി മാറിയിരുന്നു. ജീവനുള്ള മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത ശവപ്പറമ്പ്. കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദമല്ലാതെ ഞങ്ങൾക്ക് ആ യാത്രയിൽ നിന്ന് മറ്റൊന്നും അനുഭവിക്കാനോ കേൾക്കാനോ കഴിയുമായിരുന്നില്ല. തുടിക്കുന്ന നരമ്പോ അതുപോലെ തന്നെ മിഴിക്കുന്ന കണ്ണുകളോ എവിടെയും കണ്ടില്ല.
മറിച്ച് ഭയാനകമായ ചില കാഴ്ചകൾ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ കാഴ്ചകൾ? മൃതദേഹങ്ങൾക്കരികിൽ കഴുകന്മാർ ചിറക് വിടർത്തിക്കൊണ്ട് പറക്കാൻ നോക്കുന്നു. പക്ഷേ ആ കഴുകന്മാർക്ക് പറക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും അവരുടെ വയറ് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയ്ക്കും മനുഷ്യ മാംസങ്ങൾ അവർ ഭക്ഷിച്ചതിനാൽ അവർക്ക് ആ കഴുകന്മാർക്ക് പറക്കാൻ കഴിയാതെ കഴുകന്മാരിങ്ങനെ ഈ പ്രയാസപ്പെട്ടുകൊണ്ട് പറക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന കഴുകന്മാരെയാണ് ആ ഭീകര മൃതദേഹങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് ഇംഗ്ലീഷുകാരുടെ സർവ്വസൈന്യാധിപൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മൃതദേഹങ്ങൾ അത് 90% മുസ്ലിങ്ങളുടേതായിരുന്നു. 90% അത് മുസ്ലിങ്ങളുടേതായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരം ഒരു മുസ്ലിം വിപ്ലവമാണെന്നായിരുന്നു ഉത്തരവാദപ്പെട്ട ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. സയ്യിദ് സനാഉല്ലാ ദഹ്ലവി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, ഒരു മനുഷ്യനെ കണ്ടാൽ നീ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിക്കും. മുസ്ലിമാണെന്ന് വന്നാൽ അതല്ലെങ്കിൽ മുസ്ലിമാണെന്ന് മറുപടി പറഞ്ഞാൽ പിന്നീട് നിറയൊഴിക്കും, വെടിവെച്ച് കൊല്ലും. സഹോദരങ്ങളെ, അങ്ങനെ കുറെ കാലം വെടിവെച്ച് കൊന്നു. പിന്നീടുള്ള ഘട്ടം തൂക്കുകയറുകളായിരുന്നു. വെടിവെച്ച് കൊന്ന് ദീർഘകാലം കഴിഞ്ഞ് പിന്നീട് തൂക്കുകയറുകളാണ്. ആ തൂക്കുകയറുകളിലേക്ക് ഈ സ്വാതന്ത്ര്യ സമര പോരാളികളെ കൊണ്ടുപോകുമ്പോ തൂക്കുമരത്തിൽ കയറ്റുന്നത് കണ്ട് ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ജയിലുകളിൽ കുടുംബസമേതം ബ്രിട്ടീഷുകാർ വരുമെന്ന തൂക്കുമരങ്ങളിൽ ഈ പോരാളികളെ കയറ്റുന്നത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടി ഭാര്യമാരുടെ കൂടെ ജയിലുകളിലേക്ക് ബ്രിട്ടീഷ് സൈനികർ വരുമായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വരുമായിരുന്നു. പക്ഷേ അവർക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞത് ആ തൂക്കുമരത്തിലേക്ക് ധീരതയോടെ, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടു കൂടി അടുക്കുന്ന പോരാളികളെയായിരുന്നു. അവർക്ക് യാതൊരു വെപ്രാളവുമില്ല. വെപ്രാളം കാണാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വെപ്രാളം കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബസമേതം വന്നിരുന്നത്. പക്ഷേ പോരാളികൾക്കൊരു വെപ്രാളവുമില്ല. അവരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി. കാരണം അവരുടെ ബോധ്യം എന്താണ്? വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള മരണമാണിത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള മരണം, മരിച്ചുപോയ ആളുകൾ അവരെ ജീവിച്ചിരിക്കുന്നവരാണ്, അവരെ മരിച്ചവരാണെന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഫിർദൗസിൽ അവർ പാറി നടക്കുകയാണ്. ആ ബോധ്യമുള്ളവരാണ് ഈ പോരാളികൾ. അങ്ങനെ പിന്നീട് തൂക്കുമരം എന്ന് പറയുന്ന സമ്പ്രദായവും ഇല്ലാതെയാക്കി. ബ്രിട്ടീഷ് സൈനിക ജനറൽ പറഞ്ഞു, ഇനി നമുക്ക് അവരെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകണ്ട. തൂക്കുമരം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിൽ, അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുമെങ്കിൽ ഇനി തൂക്കുമരം വേണ്ട. അങ്ങനെയാണ് അന്തമാനിലേക്ക് നാടുകടത്തുക എന്ന് പറയുന്ന സമ്പ്രദായം വന്നത്. അന്തമാൻ അടക്കമുള്ള വിജനമായ പ്രദേശങ്ങളിലേക്ക്, ദ്വീപുകളിലേക്ക് നാടുകടത്തുക. സഹോദരങ്ങളെ, അവിടെ നിന്ന് അങ്ങോട്ട് അന്തമാനിലേക്കുള്ള നാടുകടത്തുക, അതുപോലെ ദ്വീപുകളിലേക്ക് നാടുകടത്തുക എന്ന് പറയുന്ന രീതി ഉണ്ടാവുന്നു. അങ്ങനെ നാടുകടത്തുന്നതിന്റെ മുന്നോടിയായിട്ട് ഈ പോരാളികളുടെ സ്വത്തുവകകൾ മുഴുവൻ കണ്ടെത്തുകയും അത് ഗവൺമെന്റ് എഴുതിയെടുക്കുകയും അവിടെ ഗവൺമെന്റ് ഓഫീസുകൾ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ധാരാളം ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ്, ധാരാളം ജീവാർപ്പണങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിന്റെ മണ്ണ് സ്വതന്ത്രമായത്. ആ ജീവാർപ്പണങ്ങളിൽ മുഖ്യ പങ്കാളിത്തവും പ്രാതിനിധ്യവും വഹിച്ചതിൽ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങളും ഹൈന്ദവരും ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഐക്യത്തോടുകൂടി, സൗഹൃദത്തോടെ, സാഹോദര്യത്തോടു കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ത്യാഗമാണ്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിഫലനമായിരുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ സമുദായത്തിന്റെ മുന്നണി പോരാളികൾ നിർവഹിച്ച ത്യാഗങ്ങൾ എന്താണെന്ന് തലമുറകളെ, നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ പഠിപ്പിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അപ്പോഴേ അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ ആ ത്യാഗമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മളത് ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ത്യാഗമാണ് നമ്മൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാണ്. സ്വരാജ്യത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി, ഖുദ്സിന്റെ മണ്ണിനെ, പവിത്രമായ മണ്ണിനെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടിരിക്കും, സയ്യിദ് അനസ് ഷരീഫ് അടക്കമുള്ള പത്രപ്രവർത്തകരെ, ധാരാളം പത്രപ്രവർത്തകരെ അവരെ കൊന്നുകളഞ്ഞു, ഇസ്രയേൽ കൊന്നുകളഞ്ഞു.
ഗസയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, ഗസയുടെ വേദനകൾ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ പത്രപ്രവർത്തകൻ. 1.5 കൊല്ലമായി ഗസയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പത്രപ്രവർത്തകൻ അനസ് ഷരീഫ് വലിയ പ്രതിസന്ധിയിലേക്ക് ഗസ മടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ സന്ദേശമായിട്ട് അദ്ദേഹത്തിലേക്ക് അയക്കുകയാണ്. വാട്സപ്പ് സന്ദേശം കൈമാറി, നിങ്ങൾക്ക് സുഖമായിട്ട് ഖത്തറിൽ നിന്ന് പ്രവർത്തിക്കാമല്ലോ. അൽ ജസീറയുടെ പ്രവർത്തകനായിട്ട് തന്നെ, അൽ ജസീറയുടെ ദൂതനായിട്ട് തന്നെ വേണമെങ്കിൽ ഗസയിലെ വാർത്തകൾ കൂടി നിങ്ങൾക്ക് ഖത്തറിൽ നിന്നുകൊണ്ട് പറയാമല്ലോ, ഉദ്ധരിക്കാമല്ലോ, എഴുതാമല്ലോ, നിങ്ങൾക്ക് ലോകത്തെ അറിയിക്കാമല്ലോ. എന്തായിരുന്നു അനസ് ഷരീഫ് എന്ന് പറയുന്ന ആ പോരാളി പറഞ്ഞത്? അദ്ദേഹം രക്തസാക്ഷിയായി, അല്ലാഹു അവരുടെ എല്ലാം രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുമാറാവട്ടെ. അനസ് ഷരീഫ് പറഞ്ഞു, ലൻ നഖ്റുജ മിൻ ഗസ്സത ഇല്ലാ ഇലൽ ജന്ന. ഞാൻ ഗസയിൽ നിന്നൊരു ഖത്തറിലേക്കുമില്ല, ഞാൻ ഗസയിൽ നിന്നൊരു നാട്ടിലേക്കുമല്ല, ഗസയിൽ നിന്ന് ഞാൻ സ്വർഗത്തിലേക്കല്ലാതെ മടങ്ങുകയില്ല. സഹോദരങ്ങളെ, ഇതാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ത്യാഗങ്ങൾ ചെയ്താണ് നമ്മുടെ നാടും സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അങ്ങനെ നാട് സ്വതന്ത്രമാവുകയും നാട്ടിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും പൗരാവകാശങ്ങളിലും അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാവുകയും ചെയ്തപ്പോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും അട്ടിമറിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇന്നിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ദുഃഖകരമായിട്ട് ഓർക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. നമുക്കേറെ സങ്കടമുണ്ടാവണം, പക്ഷെ നിരാശയുണ്ടായിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമാണ്. ഈ രാജ്യത്തെ ഈ ഫാസിസത്തിന്റെ ഏകാധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിലടക്കം കൃത്രിമം നടത്തി നമ്മുടെ ഡെമോക്രസി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തുണ്ടാവുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെ പോലെ തന്നെ ഫാസിസ്റ്റുകളും വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരെ പോലെ തന്നെ നമ്മൾ പറഞ്ഞു, അവരെ ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവർ നടത്തിയിരുന്ന ധാരാളം സ്ഥാപനങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയതുപോലെ ബ്രിട്ടീഷുകാർ രാജ്യത്തിന്റെ വഖഫിനെതിരെ പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും വഖഫിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു, വഖഫിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാര് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വഖഫ് സ്വത്ത് കണ്ടുകെട്ടിയതുപോലെ സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്കെതിരെ ഇന്നും ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഫാസിസത്തിനെതിരെ വിയോജിക്കുന്നവർക്കെതിരെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകൾ ഇവിടെ മതനിരപേക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിനൊരു സ്വാതന്ത്ര്യ സമരമായി കണ്ടുകൊണ്ട് കൈമേയി മറന്നുകൊണ്ട് അതിനെ പിന്തുണക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധ്യമാവണം. ഈ ഫാസിസത്തിൽ നിന്നും രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമാണ്. അത്തരം സമാധാനപരമായ സമരങ്ങൾക്കുള്ള ഒരു പ്രചോദനമായി ഇന്നത്തെ മുഴുവൻ സ്വാതന്ത്ര്യ സമരങ്ങളും സ്മരണകളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും അവൻ്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഖബർ അള്ളാഹു തആല വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും അതുപോലെ തന്നെ സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം അതുപോലെ തന്നെ സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മുത്തഖീങ്ങളാക്കി മാറ്റണമേ തമ്പുരാനെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലവസരങ്ങളും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, കടങ്ങളിൽ നിന്ന് സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പെരടികളെ നീ വിമോചിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഫാസിസത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും പൂർണ്ണമായ ഒരു വിമോചനം ഈ രാജ്യത്തിന് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, അന്തസ്സോടെ ഇസ്സത്തോടെ കൂടി രാജ്യത്ത് എന്നെന്നും ജീവിക്കുവാനുള്ള കെൽപ്പും കരുത്തും ഇസ്ലാമിക ഉമ്മത്തിനും ഈ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുദ്സിന്റെ മക്കൾക്ക് നീ വിമോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിനെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന്റെ അഹ്ലുകാർക്ക് അന്നവും അപ്പവും നൽകി അഭയം നൽകി പടച്ച തമ്പുരാനെ എല്ലാ അർത്ഥത്തിലുള്ള സഹായവും നൽകി വൈദ്യുതി നൽകി വെളിച്ചം നൽകി പടച്ച തമ്പുരാനെ അവരെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അല്ലാഹുവേ, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട്, വലിയ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ മുഴുവൻ സ്വപ്നം കണ്ട് നടക്കുന്ന ഈ യഹൂദ സയനിസ്റ്റ് സഖ്യമുണ്ടല്ലോ, അല്ലാഹുവേ, സയനിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, എന്നേക്കുമായിട്ട് ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അജണ്ടകളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ് റബ്ബേ. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനക്കൂടി അടിമകളുടെ ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലീകരിച്ചു തരണമേ നാഥ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ്യത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.